ഞാൻ ഇന്നലെ മിഞ്ഞാന്നും ഒക്കെ ഓരോ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ മാമിന്റെ അടുത്ത് പറയുന്നുണ്ടല്ലേ. ഇങ്ങനെയാണ് മാം അങ്ങനെയാണ് മാം എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ഇത്ര കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നതിന് ഭയങ്കര ഹാപ്പി, ഭയങ്കര നന്ദിയുണ്ട്. ഇങ്ങനെ ഒരാളെ ജീവിതത്തിൽ കിട്ടിയതിന് ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പി. ഇപ്പൊ മാം പറഞ്ഞില്ലേ 5 സ്റ്റാർ റിവ്യൂ അവിടെ പോയിട്ട് പോസ്റ്റ് ചെയ്യുന്നു. 5 അല്ല, ഒരു 50 അല്ല, ഒരു 500 ഇടാനാണെങ്കിലും ഹാപ്പിയാണ്. കാരണം മാം പറഞ്ഞ പോലെ മാമിനെ കണ്ടത് ഇപ്പൊ നമ്മള് ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ എഫ് ബിയിലൊക്കെ പോയിട്ട് ഒരു കാര്യം തന്നെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമുക്ക് കാണിച്ചു തരിക. അങ്ങനെ ഏതോ ഒരു അഫർമേഷൻ ഇങ്ങനെ കുറെ അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. അപ്പൊ അങ്ങനെ ഏതോ ഒരെണ്ണം കാണുമ്പോഴാണ് മാമിന്റെ പോസ്റ്റുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അപ്പൊ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ മാം ഫിസിക്കൽ മീറ്റ് വെച്ചിരുന്നുവല്ലോ കഴിഞ്ഞ ആഴ്ചയില്. അപ്പൊ ഞാൻ നാട്ടിലുണ്ട്, ഞാൻ ചേർത്തല വീട്. അപ്പൊ ഞാൻ വിചാരിച്ചു വരണം, മാമിനെ കാണാൻ വരണം, എന്തായാലും വരണം എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് എനിക്കിപ്പോ ജോലിയില്ല. ഞാൻ ഒന്ന് അബുദാബി ഹസ്ബൻഡിന്റെ അടുത്ത് പോയി വന്നു. ആ ജോലി ശരിയായില്ല. അപ്പൊ തിരിച്ചു വന്നപ്പോ ഞാൻ വിചാരിച്ചു ഈ ഒരു എമൗണ്ട് പേ ചെയ്യാൻ എന്നെ കൊണ്ട് ഇപ്പൊ പറ്റില്ലല്ലോ. ഇനി മാമിന്റെ ഓഫ്ലൈൻ കോഴ്സ് എപ്പോഴാണോ വരുന്നത്, ഓൺലൈൻ കോഴ്സ് ഏതാ വരുന്നത് അത് നോക്കിയിരിക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ ഓൺലൈൻ കോഴ്സ് വന്നപ്പോ വേറെ ഒന്നും ചിന്തിച്ചില്ല, അപ്പൊ തന്നെ ഞാൻ പേ ചെയ്തു, അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ പറയും ചെയ്തു, എന്റെ അടുത്ത് അയക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ആ മെസ്സേജ് ഇട്ടു. ആ ഒരു ജിപേ നമ്പർ കിട്ടിയപ്പോ തന്നെ ഞാൻ അത് പേ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് റിട്ടേൺ കൊടുക്കുകയാണ് ചെയ്തത്. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല എനിക്ക്.